നമസ്കാരം. അതിക്രമങ്ങൾ അതാർക്കെതിരെയായാലും തടയേണ്ടതാണ്. ഈ അതിക്രമങ്ങൾ കുഞ്ഞുങ്ങൾക്കെതിരെയായാലോ? ചുറ്റുപാടും നടക്കുന്നത് എന്തെന്നറിയാതെ സ്നേഹം നടിച്ച് കൂടെ നടക്കുന്നവരെ വിശ്വസിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളെപ്പറ്റിയും പോക്സോ ആക്ടിനെപ്പറ്റിയും ദിവസേന നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്. എങ്കിലും എന്താണ് പോക്സോ ആക്ട് എന്നും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും പലർക്കും ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കണ്ണൂർ കോടതി അഭിഭാഷകയായ അപർണ രാമചന്ദ്രനാണ്. അദ്ദേഹത്തോട് നമുക്ക് പോക്സോ ആക്ടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഇപ്പോഴും ഈ ആക്ട് എന്താണെന്ന് പലർക്കും ഒരു വ്യക്തതയില്ല. മാഡത്തിന് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പോക്സോ എന്ന വാക്ക് വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദീകരണം. ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് 2012 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പ്രധാനമായൊരു കാരണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാക്രമണം, കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം, അതുപോലെ തന്നെ അശ്ലീല ചിത്രീകരണം എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റിൽ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വിചാരണ നടത്തി അങ്ങനെ ചെയ്തിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ നമുക്ക് ശിക്ഷാ നടപടികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോക്സോ എന്ന് പറയുന്ന ആക്ട് മുൻനിർത്തി കൊണ്ടുവരുന്നത്. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ആക്ട് പ്രൊട്ടക്ഷൻ നൽകുന്നത്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മുടെ ഈ ആക്ടിന്റെ അണ്ടറിലേക്ക് വരുന്നത്. ചിൽഡ്രൻ എന്നൊരു പദവിയിലേക്ക് ആ കുട്ടികളെ കയറ്റാൻ പറ്റുന്നത് 18 വയസ്സിന് ചോടെയുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ജാമ്യമില്ലാത്തൊരു വകുപ്പാണ് പോക്സോ എന്ന്. അത് സത്യമാണോ? അതിൻ്റെ ഒരു ജാമ്യമില്ലാത്തൊരു വകുപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫാക്റ്റും സർക്കംസ്റ്റാൻസസും എവിഡൻസും ഡിസ്ക്രിപ്ഷൻ ഓഫ് കോർട്ടും ഒക്കെ നോക്കിയതിന് ശേഷമേ നമുക്ക് ജാമ്യമില്ലാത്തൊരു വകുപ്പ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈച്ച് ആൻഡ് മൈന്യൂട്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഏത് രീതിയിലുണ്ടെങ്കിലും ആ എവിഡൻസിൻ്റെ അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഡൗട്ട് മുഴുവനും നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് പോകുന്നത് എക്യൂസ്ഡിന്റെ മേലെ. എക്യൂസ്ഡ് അല്ലെങ്കിൽ കൾപ്രിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എക്യൂസ്ഡ് എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മൾ എവിഡൻസും കാര്യങ്ങളും ഒക്കെ നോക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും എവിഡൻസും ഒക്കെ നോക്കി കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം എക്യൂസ്ഡ് ആവുന്നുള്ളൂ. അതുവരെ അദ്ദേഹം കൾപ്രിറ്റ് ആണ്, അതായത് സംശയാസ്പദമായിട്ടുള്ള ഒരു പ്രതി എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അതെന്തുകൊണ്ടാണ് നമുക്ക് എന്ത് തരത്തിലുള്ള ഒരു മൈന്യൂട്ട് ഡൗട്ട് ഇന്ന ആളാണോ എന്നൊരു ഡൗട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഈ എക്യൂസ്ഡ് എന്നൊരു വ്യക്തിക്കായിരിക്കും. നമ്മുടെ ഇന്ത്യൻ നിയമസംഹിത അനുസരിച്ചിട്ട് 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് തീർച്ചയായിട്ടും എക്യൂസ്ഡിനാണ് പോകും. ഈ ബെയിലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അത് അവരുടെ ഒരു റൈറ്റ് ആണ്. അത് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡിങ്സ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ബെയിലും എവിഡൻസും കാര്യങ്ങളും ഒക്കെ മൂവ് ചെയ്യുന്നത്. അവരുടെ സ്റ്റാറ്റുട്ടറി റൈറ്റ് ആണ് അവർക്ക് ജാമ്യം എടുക്കാനുള്ളത്. അത് ഓരോ സമയമുണ്ടോ റിമാൻഡ് ചെയ്തു, റിമാൻഡ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു, അതിനുശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ ഒരിക്കൽ കൊടുക്കാം, അതിൽ തള്ളിപ്പോയെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം പിന്നീട് കൊടുക്കാം. അങ്ങനെ ഒരു അത് കോർട്ട് പ്രൊസീജിയേഴ്സ് ആണ്, അത് അതിനനുസരിച്ചിട്ട് നീങ്ങും. അതുപോലെ ഇതിന്റെ ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് പറയാം. 2012 ഈ ഒരു പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് 5 വർഷമാണ് മാക്സിമം പണിഷ്മെന്റ് വന്നിരുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു വളർച്ച, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, കൾച്ചേഴ്സിന് വരുന്ന മാറ്റങ്ങൾ. അപ്പം തന്നെ അതുപോലെ തന്നെ ക്രൈം റേറ്റ് ഓരോ ദിവസം കഴിയുന്നതിന് ഇൻക്രീസ് ചെയ്യാം. ഒരിക്കലും അതിനൊരു റെഡ്യൂസ് എന്നൊരു രീതിയിൽ പറയാനില്ല. പണ്ടത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ കാര്യങ്ങളായാലും എന്തായാലും ഈവൻ റേപ്പ് കാര്യങ്ങളായാൽ പോലും പലരും തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ചിലപ്പോൾ അവരുടെ
അന്തസ്സിനെയോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഭാവിയെയോ ഇതൊക്കെ ബാധിക്കില്ലേ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് കുറച്ചും കൂടി സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു പാരന്റ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കത് തുറന്നു പറയാനും അവരിലൂടെ മറ്റു കുട്ടികളിലേക്ക് ഒരു എന്താ പറയാ ഒരു അവബോധം ഏൽപ്പിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, കോടതികൾ ഇൻക്രീസ് ചെയ്യുന്നു. പല ഡിസ്ട്രിക്റ്റുകളിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്യാമ്പ് വരികയാണ് ചെയ്യാം, അല്ലെങ്കിൽ പലയിടത്തും അങ്ങോട്ട് പോകരുത്. പക്ഷെ ഇപ്പൊ ഓരോ ഈച്ച് ആൻഡ് എവറി ഡിസ്ട്രിക്ട് ദർ ഇസ് സ്പെഷ്യൽ പോക്സോ. അപ്പം അതിന്റെ ഭേദഗതി വരുത്തിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്താൻ കാരണം ഈ ഒരു ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ശിക്ഷാ നടപടികളും കൂട്ടണം. കാരണം നമുക്ക് ലോ എന്ന് പറയുന്നത് എന്തിനാ? സോഷ്യൽ ഹാർമണി, സോഷ്യൽ വെൽഫെയർ, പീസ്ഫുൾ ആൻഡ് സെക്യൂർ സൊസൈറ്റി എന്നൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ ഫങ്ഷൻ ഓഫ് ലോ തന്നെ അങ്ങനെയാണ്. അപ്പം നിയമത്തിന്റെ ഒരു കാഠിന്യം കൂടിയാൽ മാത്രമേ പൊതുസമൂഹത്തിലെ അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്കൊരു അവബോധം ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യുന്നത് ക്രൈമാണ്, ഇത്ര വർഷം അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ ലഭിക്കും. കുഞ്ഞുനാൾ മുതലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ വരെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മളെന്താ ഒരു ചെറിയൊരു കമ്മലോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കൗതുകം തോന്നുന്ന എന്ത് കാര്യം അവരെടുക്കുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നുണ്ട് നല്ലത് തന്നെ, പോലീസ് പിടിക്കട്ടെ. അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കുഞ്ഞിലെ. ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താ? തെറ്റ് ചെയ്യാൻ പാടില്ല, ആരുടെയും ഒന്നും നമ്മൾ മോഷണത്തിൽ എടുക്കാൻ പാടില്ല, അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ആദ്യമേ അതൊക്കെ ചെയ്തു കൊടുക്കും. അവരുടെ ഉള്ളിൽ അതിനോടൊക്കെ ഒരു ഭയം വരുത്തുകയാണ്. അപ്പം ഈ ഒരു ലോന്റെ നമ്മുടെ അമെന്റ്മെന്റിലൂടെയും വരുത്തുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ചെറു വിരൽ പോലും നമ്മൾ കുഞ്ഞുങ്ങൾക്കെതിരെ അനക്കാൻ പാടില്ല, അവർക്കെതിരെ അതിക്രമമായിട്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്കിപ്പോൾ അമെന്റ്മെന്റിലൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 5 വർഷമായിരുന്നു മാക്സിമം പണിഷ്മെന്റ് വന്നിട്ടുണ്ട്. ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അമെന്റ്മെന്റിന്റെ ആവശ്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ എന്തായി, ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എതിരെ അതിക്രമണം നടത്തി കഴിഞ്ഞാൽ ഡെത്ത് സെന്റൻസ് വരെ നമുക്ക് ഇമ്പോസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ആ ഡെത്ത് സെന്റൻസ് പോലും ഇമ്പോസ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ളൊരു ആക്ട് ആണ് നമ്മുടെ ഈ പോക്സോ ആക്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. 12 വയസ്സിന് താഴെ വരുന്നതാണെങ്കിൽ നമ്മൾ എന്താണ് ഡെത്ത് സെന്റൻസ് വരെ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഡെത്ത് സെന്റൻസ്. അതെ, തീർച്ചയായും. ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടു, അപ്പൊ നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? കേസ് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഒരു ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ തന്നെ. അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ കുഞ്ഞിന് കൂടുതൽ ക്ലോസ്നെസ് ഉള്ള ആൾക്കാർ, കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ, ഒന്നെങ്കിൽ അച്ഛനാവാം, അമ്മയാവാം, ചേച്ചിയാവാം. കുട്ടിക്ക് ആരാണോ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് ആ ആളുടെ കൂടെ മാത്രമേ കൊച്ചിന് ഇരുത്തത്തുള്ളൂ, കൊച്ചിനെ കൊണ്ട് പരാതി മേടിക്കത്തുള്ളൂ. അപ്പം അത്രയും ഫ്രണ്ട്ലി, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അഥവാ അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കമ്മിറ്റിയിൽ പോയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചിൽഡ്രൻസ് വെൽഫെയർ ബോർഡ് കമ്മിറ്റിയിൽ പോയിട്ട് നമുക്ക് പരാതി കൊടുക്കാം. എങ്ങനെയായാലും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതിയായിട്ടുള്ള ധീമ. അതിപ്പം നമുക്കിനി ഒരു എന്താ പറയാ പോവർട്ടി ലെവൽ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലെവൽ എന്നുള്ളൊരു ലെവൽ കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ DLSA വഴി നമുക്ക് കേസ് മൂവ് ചെയ്യാം. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, അങ്ങനെ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഭിഭാഷകര് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അത് കോടതി തന്നെ നിയമിക്കുന്നതാണ്. ഇന്നത് ചെയ്തു കൊടുക്കണം, ഇന്നതാക്കണം. കാരണം അത് ആ കുട്ടിക്ക്, ആ വിക്റ്റിമായ കുട്ടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നിയമത്തിന്റെ എല്ലാവിധത്തിലുള്ള സഹായവും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈയിടെയായിട്ട് ഇന്നും പത്രത്തിൽ വാർത്ത വരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പോക്സോയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ കൂടിയെന്നല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും കോടതികളിൽ വരുന്ന കേസിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ലഹരി ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടൊക്കെ നമ്മുടെ ഈ കുഞ്ഞുമക്കളെ കാണുന്നു. അപ്പൊ
അതിന്റെയൊക്കെ ഒരു ഭവിഷ്യത്താണ് നമ്മുടെ ഈ ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷാ നടപടികൾ വരെ നമുക്ക് വർദ്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നതിനപ്പുറം അത് ആക്ച്വലി കുട്ടികൾക്കും അവർ പേരൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ള ധൈര്യം കിട്ടി എന്നുള്ളതിന്റെ ഒരു പച്ചക്കൊടിയാണല്ലോ. തീർച്ചയായിട്ടും അത് ചിലപ്പം കുഞ്ഞുങ്ങള് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് നമ്മുടെ വിരൽത്തുമ്പിലാണ് ഓരോ കാര്യങ്ങളും ഇരിക്കുന്നത്. പണ്ടത്തെ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയുന്നില്ല. ഇനി ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് ആരോട് പറയും, എന്ത് പറയും, ഇങ്ങനെ ചെയ്യും, ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതല്ല. ടെക്നോളജി അവരുടെ വിരൽത്തുമ്പിൽ നിൽക്കും. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ, അറിയേണ്ടാത്ത കാര്യങ്ങൾ എല്ലാം അറിയുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എന്താ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പല സ്കൂളുകളിലും കൊടുത്തു വന്ന് തുടങ്ങുന്നു, ചില സ്കൂളുകളിൽ കുഞ്ഞിനെ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നൊരു രീതി. അപ്പൊ അതുപോലെ തന്നെ ഒരു ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് പാരന്റ്സിന്റെ ഇടയിൽ തന്നെ ആദ്യമേ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ ഉള്ളൊരു ബോധമാണ് എന്താണ് മറ്റൊരാൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അത് എല്ലാ രീതിയിലും വന്നിട്ടില്ല, എന്നാലും മച്ച് ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റും. അതിൽ ഈ ഒത്തുതീർപ്പായി പോകുന്ന കേസുകളുണ്ടോ? ഉണ്ട്. കാരണം അത് ചിലപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കണം. കുഞ്ഞുങ്ങൾ അത് അവർ കുറച്ചു കാലം മുന്നോട്ട് വരുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അത് വളർന്നു വരുന്ന ഒരു കാര്യം. ഇതിന്റെ അകത്ത് പോക്സോ ആക്ടിന്റെ അണ്ടറില് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തുല്യമായുള്ള നിയമ സംരക്ഷണമാണ് പോക്സോ ആക്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ എല്ലാ പ്രാവശ്യവും എന്താ പറയാ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഏത് രീതിയിലായാലും നമുക്ക് അങ്ങനെ ഒരു സെറ്റിൽമെന്റ് എന്നൊരു രീതിയിൽ ഇതാക്കാൻ പറ്റില്ല. എങ്കിലും ഓവർ ചെയ്യും ഉണ്ട്, പുറത്തൊന്നും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കേസുകളൊന്ന് വിശദീകരിക്കണം. ഏതെങ്കിലും എക്സാക്ട് കേസസ് പറയണ്ട, എങ്കിലും സാധാരണ രജിസ്റ്റർ ചെയ്യപ്പെടാറുള്ള കുറച്ച്. അതെനിക്ക് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും റേപ്പ്, സെക്ഷൽ അസോൾട്ട്, അങ്ങനെ അത് ഒരു നോട്ടം കൊണ്ടുപോലും നമുക്ക് എന്താ കുഞ്ഞുമക്കളെ നമ്മളത് ചെയ്യാൻ പാടില്ല. ഒരു രീതിയിലും എന്താ പറയാ ഒരു അശ്ലീലമായ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന ഒരു രീതിയിൽ ചില കുട്ടികളുടെ ഓരോ കുട്ടികളുടെ ബോഡി ടൈപ്പിംഗ് ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നോട്ടം പോലും ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെയുള്ള അക്രമങ്ങളായിട്ടാണ് തോന്നുന്നത്. ബോഡി ഷെയ്മിങ് ആയാലും അവരുടെ ഒരു ലൈംഗിക ചൊവ്വയുള്ള സംസാരം നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യും. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കുന്നത്, അതൊക്കെ വളരെയധികം പോക്സോ ആക്ടിന്റെ അകത്ത് ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്ന അക്രമങ്ങളാണ്. അപ്പം ഇന്നത്തെ കാലത്ത് പേരൻസിനും കുട്ടികളോടും പറയാനുള്ള എന്തെങ്കിലും മെസ്സേജ്? ഇന്നത്തെ കാലത്തെ ഒരു കുട്ടികളോടും പാരന്റ്സിനോടും പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്, നിലവിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ ഒരുവിധം മാറ്റാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൗൺസിലിംഗ് കൊടുക്കുക, നല്ല കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വരേണ്ടത് ആ ഒരു രീതിയിലൊരു കൗൺസിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ സെമിനാർസ് കണ്ടക്ട് ചെയ്യുക. സ്കൂളുകളിൽ തന്നെ നമ്മുടെ അധ്യാപകരിലേക്ക് ഏറ്റവും കൂടുതൽ ഇതാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചില പാരന്റ്സ് രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികളാകെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ ആയിരുന്നു. ടീച്ചേഴ്സായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും പാരന്റ്സിനോട് പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിലാകുമ്പോൾ കുട്ടിക്ക് ഫ്രസ്ട്രേഷനും ഡിപ്രഷനൊക്കെ കുട്ടികൾ വേറൊരു സ്റ്റേജിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് സെന്റേഴ്സ് സ്കൂളുകളിൽ വെക്കണം. കാരണം ഒരു മാസത്തിലോ ആഴ്ചയിലോ എങ്കിലും കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു നല്ലൊരു പ്രോഗ്രാം വെക്കണം. വെൽ അവയർനെസ് പ്രോഗ്രാം കൊടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, അത് പാരന്റ്സിന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ടാവും. പക്ഷെ അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മതി. സ്കൂളുകളിലെ ഡിപ്പാർട്ട്മെന്റിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടികൾ ഓരോ സ്കൂളിലെ ആൾക്കാരും ചെയ്യാം. അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ അതൊരു വിഷയമായിട്ട് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു സംരംഭം നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കണം.
കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ നമ്മളിപ്പം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യം തന്നെ, ക്രൈം റേറ്റ് ഓരോ ദിവസം കഴിയുന്നതിന് ഇൻക്രീസ് ചെയ്യാം. ഇപ്പം നമുക്കിപ്പോൾ ഡ്രഗ്സിന്റെ യൂസ് ആയാലും കാര്യങ്ങളായൊക്കെ ഓരോ ദിവസം കഴിയുന്നതിനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൈം റേറ്റും ഇത് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവരെയെങ്കിലും നമുക്ക് സംരക്ഷിക്കാനുള്ള ഒരവസരം നമ്മുടെ ഈ ഒരു പ്രസന്റ് സൊസൈറ്റി ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് എനിക്ക്. നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കും മാഡം ഉത്തരം പറയണം. അപ്പം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ അഡ്വക്കേറ്റ് അപർണ രാമചന്ദ്രന് നന്ദി. നന്ദി.